വേനൽക്കാലത്തും നിറഞ്ഞു തുളുമ്പുന്ന ഒരു അണക്കെട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ. തെക്കിന്റെ കശ്മീരായ മൂന്നാറിന്റെ മടിത്തട്ടിൽ തേയില ചെരുവുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ആനയിറങ്കൽ ഡാം. കാലവർഷത്തിലും തുലാവർഷത്തിലും ചിന്നക്കനാൽ, സൂര്യനെല്ലി മലനിരകളിൽ പെയ്തിറങ്ങുന്ന വെള്ളം അണക്കെട്ടിനെ ജലസമൃദ്ധമാക്കും. ആനയിറങ്കൽ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന നദികളോ പുഴകളോ ഒന്നുമില്ല. മലമുകളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന നീർച്ചാലുകളും ഉറവകളുമാണ് അണക്കെട്ടിനെ വേനൽക്കാലത്തും സമൃദ്ധമാക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ അണക്കെട്ടുകളിൽ ജലനിരപ്പ് താഴ്ന്ന് അണക്കെട്ടുകൾ വരളുമ്പോഴും ആനയിറങ്കൽ നിറഞ്ഞു തുളുമ്പും. പന്നിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ പൊന്മുടി അണക്കെട്ടിന്റെ സഹായ അണക്കെട്ടാണ് ആനയിറങ്കൽ. കാളകൾ ചവിട്ടിക്കുഴച്ച പശമണ്ണ്, കരിങ്കല്ല്, പാറപ്പൊടി എന്നിവ ഉപയോഗിച്ചാണ് ആനയിറങ്കൽ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഏഷ്യയിലെ ആദ്യ എർത്ത് ഡാമാണിത്. 1207.4 മീറ്ററാണ് അണക്കെട്ടിന്റെ പരമാവധി സംഭരണശേഷി. 2 ഷട്ടറുകളാണ് ഡാമിന് ഉള്ളതെങ്കിലും സംഭരണശേഷിയായ 1207.02 പിന്നിട്ടാൽ 3 സ്പിൽവേകളിലൂടെ വെള്ളം പന്നിയാർ പുഴയിലേക്ക് ഒഴുകാൻ തുടങ്ങും. സാധാരണയായി തുലാമഴയെത്തുമ്പോൾ മാത്രമാണ് ഈ അണക്കെട്ട് നിറയാറ്. വേനൽക്കാലത്ത് കുത്തുങ്കൽ, പൊന്മുടി അണക്കെട്ടുകളിൽ വൈദ്യുത ഉൽപാദനത്തിനുള്ള വെള്ളം കുറയുമ്പോൾ പന്നിയാർ പദ്ധതിയുടെ സഹായ അണക്കെട്ടായ ആനയിറങ്കലിൽ നിന്ന് വെള്ളം തുറന്നുവിടുകയാണ് ചെയ്യുന്നത്. ഈ വെള്ളം കൊണ്ട് പ്രയോജനപ്പെടുത്തുന്ന ഒരുപാട് സ്ഥലത്ത് KICBയെ സംബന്ധിച്ചിടത്തോളം വെള്ളം കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കേരളത്തിലെ ഒരു സ്റ്റോറേജാണ്. മറ്റുള്ള ഡാമുകൾക്ക് വെള്ളം കൊടുക്കുന്ന സ്റ്റോറേജ് ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ മാസം ആദ്യം തന്നെ ഇത് നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ്റെ അനുമതി കിട്ടുന്ന മുറയ്ക്ക് ഡാം തുറന്നു കൊടുത്ത് പൊന്മുടി ഡാമിലേക്കും കുത്തുങ്കൽ ഡാമിലേക്കും കറണ്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ജലസേചനം കൊടുക്കാനുള്ള നടപടി ആരംഭിച്ചിരിക്കുകയാണ്. വിനോദസഞ്ചാരികൾക്ക് ഏറെ ഇഷ്ടമുള്ള പ്രദേശമാണിവിടം. 1967 റിപ്പബ്ലിക് ദിനത്തിലാണ് അണക്കെട്ട് കമ്മീഷൻ ചെയ്തത്. ഒരു ഭാഗത്ത് വനവും മറുഭാഗത്ത് തേയിലയും ഏലത്തോട്ടവും. വെള്ളം കുടിക്കാനായി വൃഷ്ടിപ്രദേശത്ത് ആനകൾ എത്തുന്നതിനാലാണ് ഇതിന് ആനയിറങ്കൽ എന്ന പേര് വന്നത്. മത്സ്യസമ്പത്തിന്റെ കാര്യത്തിലും പെരുമ നേടിയതാണ് ആനയിറങ്കൽ ജലാശയം. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.